ഹായ് ഡിയർ സ്റ്റുഡൻസ്, വേവ്സ് എന്നുള്ള അവസാന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് 5 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായും എക്സ്പെക്ട് ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട 1-2 ടോപ്പിക്കുകളിൽ നിന്നാണ് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുള്ളത്. പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ വുമൺ ഹീസ് ഹിയറിംഗ് എ സൗണ്ട് ഓഫ് 680 ഹെർട്സ്. കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഹെയർഡ് ബൈ ഹെർ. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സൗണ്ട് വേവിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി തന്നു, അതേപോലെ വെലോസിറ്റിയും തന്നു. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. സോ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി 340, അതേപോലെ ഫ്രീക്വൻസി 680 ആണ്. എല്ലാം SI യൂണിറ്റിലാണ് തന്നത്. സോ 0.2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An open pipe and a closed pipe have the same fundamental frequency. ഒരു ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്റ്റാൻഡിംഗ് വേവ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഓപ്പൺ പൈപ്പിന്റെയും ക്ലോസ്ഡ് പൈപ്പിന്റെയും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി സെയിം ആണ്. അങ്ങനെയെങ്കിൽ റേഷ്യോ ഓഫ് ദയർ ലെങ്ത്, അവരുടെ ലെങ്ത്തുകളുടെ റേഷ്യോ എത്താം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓപ്പൺ പൈപ്പിന് V/2L ആണ്. അപ്പൊ ഓപ്പൺ പൈപ്പിന്റെ ലെങ്ത് LO ആണ്. ക്ലോസ്ഡ് പൈപ്പിന്റെ ഫ്രീക്വൻസി ആകട്ടെ V/4L ആണ്. അവിടെ ക്ലോസ്ഡ് പൈപ്പിന്റെ ലെങ്ത് LC എന്നത്. ഓക്കെ, രണ്ട് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോൾ V കട്ട് ചെയ്ത് കളയും, 2ഉം 4ഉം കട്ട് ചെയ്ത് അവിടെ 2 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ LO is equal to 2 times LC എന്ന് വരും. LO/LC is equal to 2, അല്ലെങ്കിൽ റേഷ്യോ 2:1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An open pipe and closed pipe have same length. Open pipe and closed pipe ഒരേ ലെങ്ത് ആണ്. What is the ratio of their fundamental frequencies? Fundamental frequency ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ V/2L, ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ V/4L. അപ്പൊ റേഷ്യോ കാണുമ്പോൾ µO/µC. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. V/2L/V/4L ആണ്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 4L/V. V കട്ട് ചെയ്ത് പോവും, L കട്ട് ചെയ്ത് പോവും. 4/2 ചെയ്യുമ്പോൾ 2 എന്ന ആൻസർ വരും. റേഷ്യോ 2:1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഇത് നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചതാണ്. ട്രാൻസ്വേഴ്സ് വേവ് ആകുമ്പോൾ വൈബ്രേഷൻ വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആവും. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആകുമ്പോൾ വൈബ്രേഷൻ വേവ് പോകുന്ന ഡയറക്ഷന് പാരലൽ ആവും. ഓക്കെ, ഇവിടെ ക്രസ്റ്റും ട്രഫുമായി കടന്നു പോകുമ്പോൾ ഇവിടെ കംപ്രഷനും റയറിഫാക്ഷനും ആയിരിക്കും മീഡിയത്തിൽ ഉണ്ടാവുക. പ്രഷർ കൂടിയ റീജിയൻ, പ്രഷർ കുറഞ്ഞ റീജിയൻ. ഓക്കെ, ഇത് സോളിഡിൽ മാത്രം കാണപ്പെടുമ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ് സോളിഡ്സിലൂടെയും ഫ്ലൂയിഡ്സിലൂടെയും കടന്നു പോകും. ഓക്കെ, ഇവിടെ ഷിയർ സ്ട്രെങ്ത് സോളിഡുകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സോളിഡിൽ മാത്രമേ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവും. എന്നാൽ കംപ്രസീവ് സ്ട്രെങ്ത് സോളിഡിനും ഫ്ലൂയിഡിനും ഉണ്ട്. അപ്പോൾ ആ സോളിഡിലൂടെയും ഫ്ലൂയിഡിലൂടെയും ലോഞ്ചിറ്റ്യൂഡൽ വേവ് കടന്നു പോകും. ഇതിന് എക്സാമ്പിൾ ആണ് വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇതിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്സ്. ഓക്കെ, then next question നോക്കാം. A transverse harmonic wave on a string is described by yx, t is equal to 3 sin 36t plus 0.018x plus pi/4, where x and y are in centimeter and t is in seconds. Positive direction of x is from left to right. Is it a traveling or stationary wave? First question. ഇതൊരു ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു, തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണെങ്കിലാണ് KX - ωt അല്ലെങ്കിൽ KX ωt plus ωt എന്ന പോർഷൻ ഉണ്ടാവും. സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് ആകുമ്പോൾ ആ ഒരു ഏരിയ KX ± ωt എന്നുള്ള പോർഷൻ കാണില്ല. ഇവിടെ A sin ωt plus KX എന്ന ഫോമിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു ട്രാവലിംഗ് വേവ് ആണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഇനീഷ്യൽ ഫേസ് അറ്റ് ദി ഒറിജിൻ? ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ϕ ആണ്. π/4 ആണ് ഇനീഷ്യൽ ഫേസ്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ A sin ωt plus KX എന്ന് പറയുമ്പോൾ അവിടെ എയുടെ ഭാഗത്ത് വരുന്ന ആ നമ്പർ, അതാണ് ആംപ്ലിറ്റ്യൂഡ്. ശ്രദ്ധിക്കണം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. ശ്രദ്ധിക്കണം, അത് യൂണിറ്റ് എഴുതുമ്പോൾ എക്സും വൈയും സെന്റിമീറ്ററിലാന്ന് പറഞ്ഞു. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് 3.0 സെന്റിമീറ്റർ എന്ന് എഴുതണം. ഫ്രീക്വൻസി കാണാൻ പറയുമ്പോൾ ഒമേഗയുടെ പ്ലേസിൽ ആരാ നോക്ക്. ωt എന്നുള്ള ഭാഗത്ത് 36t ആണ്. സോ ഒമേഗ 36 ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/ν. അപ്പൊ ന്യൂ ഈസ് ഈക്വൽ ടു 36/2π, 5.73 ഹെർട്സ് എന്ന് വരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Is it a traveling? If it is a traveling wave, what are the speed and direction of its propagation? ട്രാവലിംഗ് വേവ് ആണ്. അപ്പൊ ട്രാവലിംഗ് വേവിന്റെ സ്പീഡ് കാണാൻ ω/k എന്നാണ് ഫോർമുല, അല്ലെങ്കിൽ ന്യൂ ലാംഡ. ω/k, ഒമേഗ 36 ആണ്, k 0.018 ആണ്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ്, സോറി 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എഴുതണം. മീറ്റർ പെർ സെക്കൻഡ് എന്ന് 36 ഡിവൈഡഡ് ബൈ 0.018 ചെയ്ത് കിട്ടുമ്പോൾ അതിന്റെ ആൻസർ 36/0.018ന്റെ ആൻസർ എന്താണോ അത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലാക്കി എഴുതണം. ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ 20 ആയിരിക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് എഴുതണം. ഓക്കെ, ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ കൃത്യമായി എഴുതുമ്പോൾ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എഴുതണം. വേണമെങ്കിൽ നമുക്ക് അതിനെ SI-ലേക്ക് കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി എഴുതാം. ആൻസർ ഒന്ന് ചെക്ക് ചെയ്തോ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതാ? ωt plus KX പറയും. KX plus ωt എന്ന് വരുമ്പോൾ
നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. കെ എക്സ് മൈനസ് ഒമേഗ ടി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മൈനസ് എക്സ് ഡയറക്ഷൻ, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ ട്രാവലിംഗ് വേവിന്റെ പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. If the velocity of transverse wave is to be doubled, how many times should you increase the tension? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവ്, ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, √T/μ. ചോദ്യം, ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി ഡബിൾ ആക്കണമെങ്കിൽ ടെൻഷൻ എത്രത്തോളം ഇൻക്രീസ് ചെയ്യണം? അങ്ങനെ വെലോസിറ്റി കാണാനുള്ള ഫോർമുല √T/μ എന്നല്ലേ. അപ്പൊ ടെൻഷൻ എത്രത്തോളം കൂട്ടിയാലാണ് വെലോസിറ്റി ഡബിൾ ആവുക? ഇവിടെ റൂട്ടിനകത്താണ് ടെൻഷൻ ഉള്ളത്. വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട്. റൂട്ടിനകത്ത് 4 വന്നാലല്ലേ പുറത്തേക്ക് എത്തുമ്പോൾ അത് 2 ആവുള്ളൂ. അപ്പൊ ടെൻഷൻ 4 ടൈംസ് ആകുമ്പോഴാണ്, 4 ടൈംസ് കൂടുമ്പോഴാണ് വെലോസിറ്റി 2 ടൈംസ് അഥവാ ഡബിൾ ആവുക. ഓക്കെ, അപ്പൊ ടെൻഷൻ 4 ടൈംസ് ആകണം. ശ്രദ്ധിക്കണം, ഇഫ് ടെൻഷൻ ബിക്കംസ് 4 ടൈംസ് വെലോസിറ്റി ഡബിൾസ്. ഓക്കെ, വെലോസിറ്റി ഡബിൾ ആക്കാൻ ടെൻഷൻ 4 ടൈംസ് ആക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ഈസ് എഫ്. ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ഹാഫ് ഡിപ്ഡ് ഇൻ ടു വാട്ടർ, വാട്ട് വിൽ ബി ദി ഫ്രീക്വൻസി? ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല ന്യൂ ഓപ്പൺ ഈസ് ഈക്വൽ ടു V/2N. ഈ ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് എന്ന് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ എഫ് ഈസ് ഈക്വൽ ടു V/2N. ഈ ഓപ്പൺ പൈപ്പ് പകുതി ഭാഗം വെള്ളത്തിൽ മുക്കി. ഓക്കെ, ഒരു ഓപ്പൺ പൈപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ അത് ക്ലോസ്ഡ് പൈപ്പായി മാറി. പക്ഷെ അതിന്റെ പകുതി ഭാഗം വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ഓപ്പൺ ആയത് ഇത്രയും ഭാഗമാണ് ആ ക്ലോസ്ഡ് പൈപ്പിന്റെ നീളം എന്ന് പറയുന്നത് വെള്ളത്തിന് വെളിയിലുള്ള ഭാഗമാണ്. പകുതി വെള്ളത്തിൽ മുക്കി വെച്ചാൽ വെള്ളത്തിന് പുറത്തുള്ള ഭാഗം L/2 അല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് പൈപ്പായി മാറി. ആ ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു V/4L ഡാഷ് എന്നല്ലേ. V/4L ആണ് ഫോർമുല. ഇപ്പോഴത്തെ ലെങ്ത്തിന് ഞാൻ L ഡാഷ് എഴുതി, ഇപ്പോഴത്തെ ഫ്രീക്വൻസി ന്യൂ ഡാഷ് എഴുതി. അത് ക്ലോസ്ഡ് പൈപ്പായി മാറി. ഈ L ഡാഷ് എന്ന് പറയുന്ന ക്ലോസ്ഡ് പൈപ്പിന്റെ നീളം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പൺ പൈപ്പിന്റെ നീളത്തിന്റെ പകുതിയേ ഉള്ളൂ. കാരണം പകുതി ഭാഗം വെള്ളത്തിന് അടിയിലായി. അപ്പൊ L ഡാഷ് എന്നുള്ളത് L/2 എന്നായി. 2 4 കട്ട് ചെയ്താൽ 2 ആയി. അപ്പൊ V/2L എന്ന് തന്നെയായി. നേരത്തെ V/2L ആയിരുന്നു, ഇപ്പൊ പകുതി വെള്ളത്തിൽ മുക്കി വെച്ചു. അപ്പൊ ലെങ്ത് പകുതിയായി, മാത്രമല്ല അത് ക്ലോസ്ഡ് പൈപ്പ് ആവും ചെയ്തു. അപ്പൊ ഫോർമുല V/4L എന്നായി. L എന്നുള്ളത് പകുതി ലെങ്ത് ആവും ചെയ്തു. അങ്ങനെ വരുമ്പോൾ 2 4 കട്ട് ചെയ്താൽ V/2L. V/2L എന്ന് പറഞ്ഞാൽ എഫ് അല്ലേ. അപ്പൊ ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ആണ്. അത് പകുതി വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ചോദിച്ചാൽ അതും എഫ് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. Then what was the correction made by Laplace in Newton's equation? Laplace correction എന്തായിരുന്നു? ന്യൂട്ടൺ കൺസിഡർ ചെയ്ത് സൗണ്ട് എയറോടെ കടന്നു പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രഷർ വോളിയം ചേഞ്ച് ഐസോതെർമൽ ചേഞ്ച് ആണ്. ഐസോതെർമൽ ചേഞ്ച് ആകുമ്പോൾ ബൾക്ക് മോഡുലസിന് പകരം പ്രഷർ എന്ന് എഴുതാം എന്നാണ് ന്യൂട്ടൺ വാദിച്ചത്. പക്ഷേ എക്സ്പെരിമെന്റൽ റിസൾട്ട് അത് എറർ വന്നു. അങ്ങനെ വന്നപ്പോൾ ലാപ്ലേസ് എന്ത് കറക്റ്റ് ചെയ്തു? ലാപ്ലേസ് പറഞ്ഞു അതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ് എന്നുള്ളത്. സൗണ്ട് എയറോടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വോളിയം ചേഞ്ച് അഡയബാറ്റിക് ചേഞ്ച് ആണ്. അഡയബാറ്റിക് ചേഞ്ച് ആകുമ്പോൾ ബൾക്ക് മോഡുലസിന് പകരം γp എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √γp/ρ എന്ന് എഴുതണം എന്നതാണ് ലാപ്ലേസ് കൊണ്ടുവന്ന കറക്ഷൻ. ഓക്കെ, ദെൻ വാട്ട് ആർ ദി മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് എയർ കോളം ഇൻ ക്ലോസ്ഡ് പൈപ്പ്? ഞാൻ ക്ലോസ്ഡ് പൈപ്പിന്റെ എക്സാമ്പിൾ മാത്രമേ ഇട്ടുള്ളൂ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ സ്റ്റാൻഡിംഗ് വേവിന്റെ പാറ്റേൺ വരച്ച് ഫ്രീക്വൻസികളുടെ റേഷ്യോ, അതേപോലെ ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്. 3 നമ്മൾ വൃത്തിക്ക് പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. ഓക്കെ, ആ 3 കേസുകളും വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കണം. അത് നോക്കാത്തവർ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ കാണുള്ളൂ. അന്ന് ക്ലോസ്ഡ് പൈപ്പ് മാത്രം നമ്മൾ അന്ന് പറഞ്ഞു ഓർക്കില്ലേ, ഹാഫ് പോർഷൻ ഒരു ഫുൾ പോർഷനും. ഓക്കെ, അതേപോലെ ഒരു ഹാഫ് പോർഷൻ 2 ഫുൾ പോർഷൻ. നോഡ് ആൻഡിനോട് മാർക്ക് ചെയ്യാൻ അറിയാം. എന്നിട്ട് ലെങ്ത് വെച്ചിട്ട് ഫ്രീക്വൻസിയുടെ ഫോർമുല ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 കേസുകൾ. ഈ ഫ്രീക്വൻസിയുടെ ത്രിബിൾ ആയിരിക്കും ഇത്, അതിന്റെ 5 ടൈംസ് ആയിരിക്കും ഇത്. ഫസ്റ്റ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫിഫ്ത് ഹാർമോണിക്. അപ്പൊ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 1:3:5 എന്ന് വരും. ഓക്കെ, ഈ വേവ്സ് എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അവസാന ഭാഗത്ത് എങ്ങനെയാണ് ബീറ്റ്സ് ഫോം ചെയ്യുന്നത്? സൗണ്ട് വേവുകൾ കൂടിച്ചേരും. ഫ്രീക്വൻസികൾ തമ്മിൽ നേരിയ വ്യത്യാസമുള്ള 2 സൗണ്ട് വേവുകൾ കൂടിച്ചേരും. അപ്പൊ നമുക്ക് ആ സൗണ്ട് വേവുകൾ കൂടിച്ചേർന്ന് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഇന്റൻസിറ്റി കൂടി വരികയും കുറഞ്ഞു വരികയും ചെയ്യുന്ന സൗണ്ട് ആയിരിക്കും. അങ്ങനെ alternate increase and decrease in the intensities of sound when 2 sound waves having slightly different frequencies are superimposed. ഓക്കെ, ഫ്രീക്വൻസികൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള സൗണ്ട് വേവ്സ് കൂടി ചേരുമ്പോൾ സൗണ്ടിന്റെ ഇന്റൻസിറ്റി കൂടി വരിക കുറഞ്ഞു വരിക, ഇതിനെയാണ് ഫോർമേഷൻ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡിൽ കേൾക്കുന്ന ബീറ്റുകളുടെ എണ്ണം, ബീറ്റ് ഫ്രീക്വൻസി, അത് ν1 - ν2 ആയിരിക്കും എന്നുള്ളത്. സോ വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളെയും ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ എല്ലാ ഏരിയ എന്നുള്ള ചോദ്യങ്ങളും വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.